നമസ്കാരം. പരസ്യമായി തിരഞ്ഞെടുപ്പ് ലംഘനം നടത്തി പത്തനംതിട്ടയിലെ CPM പ്രവർത്തകർ. കേരളത്തിലെങ്ങും CPMന് വലിയ പരാജയ ഭീതിയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പത്തനംതിട്ട സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മസേന തൊഴിലാളികളെയും കൊണ്ട് വോട്ട് ചോദിക്കുകയാണ് CPM പ്രവർത്തകർ. ഹരിതസേന പ്രവർത്തകരെ കൊണ്ട് തോമസ് ഐസക്കിന് വേണ്ടി ലഘുലേഖകളും ചിത്രങ്ങളും വീട് കയറിയിറങ്ങി നൽകുകയാണ് CPM പ്രവർത്തകർ. ഇത് ചട്ടവിരുദ്ധമായാണ് നടക്കുന്നത്. കൊട്ടിക്കലാശം കഴിഞ്ഞിട്ടും അമിതമായ പരാജയ ഭീതി ഉള്ളതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകർ ഇതൊക്കെയും ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ CPM വലിയ വിവാദങ്ങളിലാവുകയാണ് വീണ്ടും. മസാല ബോണ്ടും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ തോമസ് ഐസക്കിനെതിരെ തിരഞ്ഞെടുപ്പ് വാളായി ചർച്ചയാക്കുമ്പോൾ തൊഴിലാളികളെ കൊണ്ട് വോട്ട് ചോദിപ്പിക്കുകയാണ് CPM. പന്തളത്തും ചേരിക്കലും LDFന്റെ ഭവന സന്ദർശനത്തിന് ഹരിതകർമ്മ സേനാംഗങ്ങൾ യൂണിഫോമിലെത്തി ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് വലിയ വിവാദത്തിൽ എത്തിച്ചിട്ടുണ്ട്. CITയും പന്തളം ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രചാരണത്തിനും ലഘുലേഖ വിതരണത്തിനും ഹരിതകർമ്മ സേനാംഗങ്ങളെ CPM നിയോഗിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്നത്. ഇവർ യൂണിഫോമിൽ എത്തിയാണ് ഓരോ വീടുകളിലും കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഇത് എന്ന് ആരോപിച്ച് മറ്റ് രണ്ട് മുന്നണികളും രംഗത്തെത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ചട്ടവിരുദ്ധങ്ങൾ വ്യാപകമായി നടക്കുന്നു എന്ന വലിയ ആക്ഷേപം CPMനെതിരെ ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇരു മുന്നണികളും രംഗത്തെത്തിയിട്ടുണ്ട്. CPM നേതാക്കൾക്ക് തോമസ് ഐസക്കിന് വേണ്ടി പുറത്തു വരാൻ പോലും കഴിയാത്ത വിധം ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. മസാല ബോണ്ടും കരിവന്നൂരും സാമ്പത്തിക പ്രതിസന്ധിയും മാസപ്പടിയുമെല്ലാം വിവാദത്തിലാവുമ്പോൾ എല്ലാ രീതിയിലും വോട്ട് പിടിക്കാൻ ഇപ്പോൾ തൊഴിലാളികളെ പോലും ഇറക്കുകയാണ് CPM. ഇന്ന് മാത്രം പുറത്തു വരേണ്ടിയിരുന്ന കോന്നി മണ്ഡലത്തിലെ പോളിംഗ് ഓഫീസർമാരുടെ പട്ടിക കഴിഞ്ഞ ദിവസം തന്നെ പുറത്തായതും വലിയ ചർച്ചയിൽ എത്തിച്ചിട്ടുണ്ട്. റാന്നി മണ്ഡലത്തിൽ റൂട്ട് ഓഫീസർമാരായി താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചു. പന്തളത്തും ചേരിക്കലിലും തോമസ് ഐസക്കിന്റെ പ്രചാരണത്തിന് ഹരിതകർമ്മ സേനാംഗങ്ങളെ നിയോഗിച്ചു എന്ന പരാതി പത്തനംതിട്ട മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കൂടുതൽ വിവാദങ്ങളിൽ എത്തിയിരിക്കുകയാണ്. കോന്നി മണ്ഡലത്തിലെ പോളിംഗ് ഓഫീസർമാരും ഇവർക്ക് ഡ്യൂട്ടിയിലുള്ള സ്ഥലങ്ങളും സംബന്ധിച്ച പോസ്റ്റിംഗ് ഓർഡർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് പ്രചരിച്ചത്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. ഇന്ന് രാവിലെ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ വാങ്ങാൻ ചെല്ലുമ്പോൾ മാത്രമാണ് ഓരോ ഉദ്യോഗസ്ഥനും തങ്ങൾ ഡ്യൂട്ടി ചെയ്യേണ്ടത് ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് എന്ന് അറിയേണ്ടത്. എന്നാൽ അത് ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും പോകേണ്ട പാർട്ടികൾക്ക് കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് നമ്പറിലുള്ളവരെ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്കാണ് നിയോഗിച്ചിട്ടുള്ളതെന്നും അവർ ഏത് കൗണ്ടറിൽ നിന്നാണ് ഉപകരണങ്ങൾ വാങ്ങേണ്ടത് എന്നുമാണ് പുറത്തായ പട്ടികയിലുള്ളത്. പോസ്റ്റിംഗ് ഉത്തരവ് ചോർന്നത് അതീവ ഗൗരവകരമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടത് അനുകൂല യൂണിയനുകൾ ശ്രമിക്കുന്നുവെന്ന പരാതിയും നേരത്തെ ഉയർന്നിരുന്നു. തന്ത്രപ്രധാനമായ തസ്തികകളിൽ ജോയിന്റ് കൗൺസിലിന്റെയും NGO യൂണിയന്റെയും നേതാക്കളെയും സജീവ പ്രവർത്തകരെയും നിയമിച്ചത് ചൂണ്ടിക്കാട്ടി NGO സംഘം നേരത്തെ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു പരാതി CPMനെതിരെ വീണ്ടും ഉയരുന്നത്. എന്നാൽ ഇതിനെതിരെയൊന്നും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം വിതരണം നടക്കുന്ന കേന്ദ്രങ്ങളിൽ പതിക്കുന്നതിന് വേണ്ടി പ്രിന്റ് ചെയ്യാൻ കൊടുത്ത വിവരങ്ങളാണ് പുറത്തായിരിക്കുന്നത് എന്നാണ് ഇതിന്റെ ചുമതലയുള്ളവരുടെ വിശദീകരണം. അതേസമയം പത്തനംതിട്ട റാന്നിയിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തിരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി പോകുന്ന വാഹനങ്ങളിൽ റൂട്ട് ഓഫീസർമാരായി താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചു എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. നിയോജക മണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ സെന്റ് തോമസ് കോളേജിൽ നിന്ന് 3 റൂട്ടുകളിലേക്ക് ഓഫീസർമാരായി നിയോഗിച്ചിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരികളെ ആണെന്നാണ് വലിയ ആക്ഷേപം ഉയരുന്നത്. കാഷ്വൽ സ്വീപ്പർമാരാണ് 3 പേരും. ഇവർ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് നടത്തി വരുന്നവരാണ്. കേസ് അവസാനിക്കുകയോ സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യാത്തതിനാൽ ഇവർ താൽക്കാലിക ജീവനക്കാരായി തുടരുകയാണ്. ഇവരെയാണ് ചട്ടം മറികടന്ന സാമഗ്രികളുടെ വിതരണത്തിന് നിയോഗിച്ചിട്ടുള്ളത്. ഭരണാനുകൂല സംഘടനകളിലെ ജീവനക്കാരാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം.